ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്ന ഒരു റോഡ് വീഡിയോ ആണ്. ട്രിവാൻഡ്രം ആലുവ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ഒരു കൊച്ചു അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ആലുവ ഗ്രീൻഫീൽഡ് ഹൈവേ ഏകദേശം 250-260 കിലോമീറ്റർ വരുന്ന ഒരു ഗ്രീൻഫീൽഡ് ഹൈവേ ആണ്. ഒരു സമാന്തര പാതയാണ് ഇപ്പോഴത്തെ MC റോഡിന് തൊട്ടടുത്തായിട്ട്. കാരണം MC റോഡിൻ്റെ തിരക്കും അതുപോലെ തന്നെ MC റോഡിൻ്റെ ഒരു വികസനത്തിനും എല്ലാം ഒരു പരിമിതികളുണ്ട്. അപ്പോൾ അതിനെല്ലാം മറികടക്കാനായിട്ട് അപ്പോൾ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് നിർമ്മിക്കുന്നൊരു റോഡാണ് നമ്മുടെ ഗ്രീൻഫീൽഡ് ഹൈവേ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് തുടങ്ങി ആലുവയിലെത്തി നിൽക്കുന്ന രീതിയിലാണ് ഈ റോഡ് പോകുന്നത്. ഇതിന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഇത് കടന്നു പോകുന്ന ആ ഒരു ഭാഗങ്ങളെ പറ്റിയിട്ടുള്ള രൂപരേഖ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതുമായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഇത് എന്തുവാണ് എങ്ങനെയാണെന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ മുൻപും പലതും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് കൊല്ലം ജില്ലയിലെ പ്രത്യേക സാഹചര്യം നോക്കാം. ഇത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കൊല്ലത്തേക്ക് കടന്നതിന് ശേഷം കൊല്ലത്തിൽ എക്സ്റ്റെൻസീവായിട്ട് കടന്നു പോകുന്നുണ്ട്. അതായത് നമ്മുടെ കടയ്ക്കൽ ഭാഗത്ത് നിന്ന് തുടങ്ങി ഏകദേശം പത്തനാപുരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പാതയാണ് ഇത് കൊല്ലത്തൂടി കടന്നു പോകുന്നത്. അത് നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. കടയ്ക്കൽ മുതൽ പത്തനാപുരം വരെ നോക്കിയാൽ തന്നെ ഏകദേശം 16 വില്ലേജുകളിലൂടെ ഈ പാത കടന്നു പോകുന്നുണ്ട്. ഭോപ്പാലിൽ നിന്നുള്ള ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റാണ് ഈ പറയുന്ന രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. കിളിമാനൂർ കടയ്ക്കൽ റോഡ് കുറുകെ കടന്ന് ചിങ്ങേലി, ചെന്നില, വലിയ വേങ്ങോട്, അണപ്പാട്, കുതിരപ്പന്തി, വയല മണ്ണൂർ റോഡ്, ചരിപ്പറമ്പ്, ചേറിട്ടക്കുഴി, കുറ്റിനാട്, ആലഞ്ചേരി, നെട്ടയം, കുരുവിക്കോണം, അയനിക്കോട്, പിനാക്കിൾ വ്യൂ പോയിന്റ്, വെഞ്ചേമ്പ്, ഇളമ്പൽ, കോട്ടവട്ടം, കുന്നിക്കോട്, പറങ്കിമാമുകൾ, പത്തനാപുരം KSRTC ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലൂടെയാണ് കൊല്ലത്ത് ഈ പാത കടന്നു പോകുന്നത്. അതിനുശേഷം കലഞ്ഞൂർ വഴി പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കും. ഇനി നമ്മുടെ പ്രധാന ചോദ്യം സ്ഥലമേറ്റെടുപ്പ്. സ്ഥലമേറ്റെടുക്കുന്നത് ഏതൊക്കെ വില്ലേജുകളാണെന്ന് നമുക്ക് നോക്കാം. കൊട്ടാരക്കര താലൂക്കിൽ മേലില, വെട്ടിക്കവല, ചക്കുവയ്ക്കൽ, കോട്ടയ്ക്കൽ, ഇട്ടിവ, കടയ്ക്കൽ, കുമ്മിൾ, മാങ്കോട്, ചിതറ വില്ലേജുകൾ. പുനലൂർ താലൂക്കിൽ അഞ്ചൽ, ഏരൂർ, അലയമൺ, വാളക്കോട്, കരവാളൂർ. പത്തനാപുരം താലൂക്കിൽ പിടവൂർ, പത്തനാപുരം വില്ലേജുകൾ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏകദേശം 260 കിലോമീറ്റർ നീളം ഈ റോഡിനുണ്ട്. ഈ റോഡ് കടന്നു പോകുന്നത് 6 ജില്ലകളിലൂടെയാണ്. ഏകദേശം 13 താലൂക്കുകളിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. പിന്നെ ഈ രൂപരേഖ മാപ്പും സംഭവങ്ങളൊക്കെ ദേശീയപാത അതോറിറ്റിയുടെ ഭൂമി ഏറ്റെടുക്കൽ കമ്മിറ്റി കൈമാറും. ഇനി അവരാണ് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്. പിന്നെ ഇനി ഒരു $1 മില്യൺ ക്വസ്റ്റ്യനാണ്, ഇവിടെ ടോൾ ഉണ്ടാവുമോ എന്നത്. ടോള് ഉറപ്പായും ഉണ്ടാവും. ഈ രൂപരേഖയിലോ സർവേയിലോ ഒക്കെ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഈ ദേശീയപാത അതോറിറ്റിയുടെ ഈ കമ്മിറ്റി നമ്മുടെ കൺസൾട്ടൻസിനെ വിവരം അറിയിക്കും. അത് പ്രകാരം അത് കറക്റ്റ് ആണെങ്കിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ മാറ്റം വരുത്തിക്കൊണ്ട് പിന്നീട് അതിനുശേഷമായിരിക്കും ഭൂമി ഏറ്റെടുക്കലിൻ്റെ 3A വിജ്ഞാപനം വരുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ ഫേമസ് ആയിക്കൊണ്ടുള്ള കല്ലിടൽ, പരിസ്ഥിതി ആഘാത പഠനം, അതൊക്കെ പിന്നീടായിരിക്കും നടക്കുന്നത്. അതെല്ലാം നടന്നതിന് ശേഷമായിരിക്കും നമ്മുടെ യഥാർത്ഥ ആ ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇനി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട തുകയുടെ സംഭവങ്ങളാണ്. സ്ഥിരം നമ്മുടെ ദേശീയപാതയുടെ ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് ഇതും തുക നൽകുന്നത്. 75% നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ 25% നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് വഹിക്കുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് പല രീതിയിലും കണ്ടറിയണം. നമ്മൾ എപ്പോഴും പറയുന്നതാണ് പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്. അതായത് തിരുവനന്തപുരം കൊച്ചി പോർട്ടുകളെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സമാന്തരമായിട്ട് പല പാതകളും വേണ്ടി വരും നമ്മുടെ ഗുഡ്സ് മൂവ്മെൻറ്റിനും കമ്മ്യൂട്ടേഷനും എല്ലാം. അതുപോലെ തന്നെ മലയോര മേഖലയിൽ നിന്ന് മലയോര മേഖലയ്ക്ക് നമ്മുടെ പോർട്ടിൻ്റെയൊക്കെ ആ ഒരു മാക്സിമം യൂട്ടിലൈസേഷൻ വരണമെങ്കിൽ നമുക്ക് ബെറ്റർ കണക്ടിവിറ്റി കൊടുക്കണം ആ ഭാഗത്തേക്ക്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഈ റോഡ് വരുന്നത്. അതുമാത്രമല്ല, ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാനും ഒരു പാരലൽ റോഡായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് മലയോര മേഖലയ്ക്കൊരു വികസനം വരും. അതുമാത്രമല്ല, അവിടെ കമ്മ്യൂട്ടേഷൻ പോസിബിലിറ്റി, ഗുഡ്സ് മൂവ്മെൻറ്റ് പോസിബിലിറ്റി എല്ലാം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ നാടിൻ്റെ ഒരു മൊത്തത്തിലുള്ള വികസനം നമുക്ക് സാധ്യമാകും. ഈ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെൽറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് നമ്മളെ കേരളത്തിന് തന്നെ സാരമായി ബാധിക്കും. അത് പോസിറ്റീവ് ആയിരുന്നാലും നെഗറ്റീവ് ആയിരുന്നാലും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ റോഡ് യാഥാർത്ഥ്യമാകട്ടെ എന്ന് വിശ്വസിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ടി പ്രയത്നിക്കാം എല്ലാവരും ഒരുമിച്ച്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ കീപ് വാച്ചിങ് ക്രസ് കേരള.